നമസ്കാരം. ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ജയമോനച്ചായൻ്റെ അമ്മയുടെ മോളിയമ്മയുടെ ജന്മദിനമായിരുന്നു ഇന്ന്. ജയമോനച്ചായനും ഹരിയാണനും ഒരുമിച്ച് പഠിച്ചവരാണ്. അമ്മ വിചാരിച്ചു ഈ ജന്മദിനം വീട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുമെന്നാണ്. പക്ഷേ ഹരിയാണനും ജയമോനച്ചായനും കൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് വളരെ മനോഹരമായി ഈ ചടങ്ങ് ഗംഭീരമാക്കി. ആ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഞങ്ങളുടെ പത്തനാപുരത്തിൻ്റെ ജനകീയനായ MLA യും ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ KB ഗണേഷ് കുമാർ ഗണേശേട്ടൻ ഈ മഹനീയമായ ചടങ്ങിൽ അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടി എത്തി. വളരെ മനോഹരമായ ഒരു ചടങ്ങായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞാനും സജിയും കൂടി ചേർന്നാണ് ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ പവി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ SP സുരേഷേട്ടൻ ഉണ്ടായിരുന്നു, സമത് ഉണ്ടായിരുന്നു, സുബിനണ്ണൻ ഉണ്ടായിരുന്നു, ഉമ്മച്ചാൻ ഉണ്ടായിരുന്നു, ന്യൂസ് 18-ലെ രഞ്ജിത്തണ്ണൻ ഉണ്ടായിരുന്നു, ഹരിയാണൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു സായാഹ്നം വളരെ മനോഹരമാക്കി. ആ അമ്മയ്ക്ക് തികച്ചും സർപ്രൈസായിരുന്നു ഈ പിറന്നാൾ. കാരണം ആ അമ്മ പ്രതീക്ഷിക്കാത്തതാണ് ഇത്രയും ജനങ്ങളെയും അതുപോലെ തന്നെ ഇത്രയും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് ആ അമ്മയുടെ ജന്മദിനം വളരെ മനോഹരമാക്കി. ഇത് പത്തനാപുരം പുതുവൽ എന്ന സ്ഥലത്താണ് ഈ വീട്. വളരെ മനോഹരമായ ചടങ്ങായിരുന്നു. ഭാഗ്യത്തിന് വൈകിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചടങ്ങ് കുറച്ചുകൂടി ഉഷാറായി. അതിനുശേഷം ഗണേശേട്ടൻ ആ അമ്മയെ പൊന്നാട അണിയിച്ച് ആശംസകൾ അറിയിച്ചു. നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഭക്ഷണവും അതിനുശേഷം ഉണ്ടായിരുന്നു. ആ ചടങ്ങ് എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു പിറന്നാൾ വളരെ മനോഹരമായി തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിച്ച ആ അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതിന് നമ്മളിവിടെ ക്ഷണിച്ച ജയമോനച്ചായനോടും അതുപോലെ ഹരിയണ്ണനോടും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. എല്ലാവരും കൂടി ചേർന്ന് അമ്മയുടെ ജന്മദിനം മനോഹരമാക്കി. അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം അല്പസമയം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ചെലവഴിച്ചു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ആണ് അവിടുന്ന് ഞങ്ങൾ പിരിഞ്ഞത്. ആ അമ്മയ്ക്ക് ഏറ്റവും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ജന്മദിനമായിരുന്നു ഇത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ അതിഥികളെല്ലാം ഈ വീട്ടിൽ എത്തിയത്. എന്നിട്ട് അല്പസമയം ഗണേശേട്ടനുമായിട്ടൊക്കെ ഞങ്ങൾ ചിലവഴിച്ചു. ഗണേശേട്ടൻ പ്രാസംഗികൻ മാത്രമല്ല, വളരെ നർമ്മം കലർന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ല രസമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്പസമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരികെ പോയി. അപ്പോൾ വളരെ നല്ല ഈ ഒരു ചടങ്ങിൽ എന്നെയും ക്ഷണിച്ച ജയമോനച്ചായനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. ഉറങ്ങല്ലേ. ഞാനിന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ പോയിട്ട് അച്ഛന് കേക്കും കൂടെ കൊണ്ടുവന്നേ. അവിടെ അച്ഛൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് പോയിട്ട് അച്ഛന് കേക്കും കൂടെ കൊണ്ടുവന്നു. ഒരു കേക്ക് അച്ഛൻ കഴിച്ചു, രണ്ടാമത്തെ കേക്ക് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വന്നപ്പോൾ അച്ഛൻ കിടക്കുമായിരുന്നു. അച്ചോ അങ്ങോട്ട് കഴിച്ചിട്ട് വെള്ളം വേണോ? വെള്ളം വേണോ? ഓക്കെ. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് കേട്ടോ. അതോടെ കഴിക്ക്. അത് പൊഴിച്ചിടല്ലേ, ഉറുമ്പ് കയറും. എനിക്ക് എല്ലായിടത്തും കളഞ്ഞിട്ടൊന്നും അച്ഛനും കടന്നുകൊണ്ടാണ് മുമ്പ് കഴിച്ചത്. ഉറുമ്പ് കയറി കഴിഞ്ഞാൽ അയ്യോ കറണ്ട് പോയി. മഴ പെയ്താലുള്ള അന്നേരത്തെ പ്രശ്നം കറണ്ട് പോയി. ഇനി എന്തായാലും കറണ്ട് ഒരു തരത്തിലും മെഴുകുതിരി കത്തിക്കുക. അപ്പോൾ ഇന്നത്തെ പിറന്നാളും കഴിഞ്ഞു. അച്ഛന് കേക്കും കൊണ്ട് കൊടുത്തു. അച്ഛൻ ഹാപ്പിയായി. ചോ
കറണ്ട് പോയി. മെഴുകുതിരി കത്തിക്കട്ടെ? മെഴുകുതിരി കത്തിക്കട്ടെ? ഓക്കെ, മെഴുകുതിരി കത്തിക്കാം.